ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ക്രിക്കറ്റ് ആവേശത്തിലേക്ക് ആരാധകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇന്നു മുതൽ ഏഷ്യ കപ്പ് ആരംഭിക്കുന്നു. നാളെയാണ് നമ്മുടെ ടീം ഇന്ത്യയുടെ മത്സരം വരുന്നത്. UAE-ക്കെതിരെയാണ് ഇന്ത്യ ആദ്യമായി ഏഷ്യ കപ്പിൽ കളിക്കാൻ ഇറങ്ങുന്നതും. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക് പ്രത്യേകിച്ചും ഉണ്ടാവുന്ന ഒരു സംശയമാണല്ലോ, നാളെ സഞ്ജു സാംസൺ കളിക്കാൻ ഇറങ്ങുമോ എന്നുള്ളത്. അതെ, ഈ ഒരു ചോദ്യം കൃത്യമായി കൊണ്ട് ഇന്ന് നടന്ന പ്രസ് മീറ്റ് കോൺഫറൻസിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോടും ചോദിക്കുകയുണ്ടായി. അതിനുള്ള മറുപടിയും ക്യാപ്റ്റൻ സൂര്യ പറയുന്നുണ്ട്. പ്രസ് കോൺഫറൻസിൽ റിപ്പോർട്ടറിന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്ക് 2 വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുണ്ടല്ലോ, സഞ്ജുവും ജിതേഷ് ശർമ്മയും. എന്റെ ചോദ്യം സഞ്ജു സാംസണിനെ കുറിച്ചാണ്. നാളെ പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിന് അവസരം ഉണ്ടാവുമെന്നുള്ളത് കൃത്യമായി റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ അതിനെ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള മറുപടിയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറുപടിയായി ആദ്യം സൂര്യകുമാർ യാദവ് ആ ഒരു റിപ്പോർട്ടറിനോട്, സാർ, പ്ലേയിങ് 11 താങ്കൾക്ക് ഞാൻ മെസ്സേജ് അയച്ച് തരാമെന്നുള്ളത് തമാശ കലർന്ന രൂപത്തിൽ ആദ്യമൊന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി പിന്നീട് സൂര്യകുമാർ യാദവ് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു: സഞ്ജു സാംസൺ ഓപ്പണറായി ടീമിൽ ഉണ്ടാവുമെന്ന ചോദ്യത്തിന് ഞങ്ങൾ അവനെ നല്ലപോലെ നോക്കുന്നുണ്ട്, വി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ഡോണ്ട് വറി അബൌട്ട് സഞ്ജു സാംസൺ എന്നുള്ളതാണ് സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാളെ ഞങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ എടുക്കുമെന്ന് കൂടി സൂര്യ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. സഞ്ജു നാളെ കളിക്കുകയാണെങ്കിൽ ഓപ്പണറായി തന്നെ സഞ്ജുവിനെ കളിപ്പിക്കണമെന്നുള്ളതാണ് നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് സഞ്ജു സാംസൺ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓപ്പണിംഗിൽ ഇറങ്ങിക്കൊണ്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. സോ ഹീസ് ഡിസേർവിംഗ് ദാറ്റ് ഓപ്പണിംഗ് സ്ലോട്ട് എന്നുള്ളത് കൃത്യമായി പറയേണ്ടതുണ്ട്. KCL അടക്കം ഗംഭീര പ്രകടനമാണ് സഞ്ജു സാംസണിൽ നിന്നും ഈ അടുത്ത് തന്നെ വന്നിട്ടുള്ളതും. സഞ്ജുവിന് നാളെ കളിക്കാൻ സാധിക്കട്ടെ, പൊളിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മാത്രവുമല്ല, നമ്മുടെ ചുണക്കുട്ടികൾ ടീം ഇന്ത്യ വിജയിച്ച് കയറും എന്നുള്ള പ്രതീക്ഷയിൽ കൂടി വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.